ഈശോ സ്നേഹിക്കുന്നവരെ, വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യക്കാർക്കുള്ള ആമുഖത്തിൽ നിന്നുള്ള കാണാം. ചോദ്യോത്തരങ്ങൾ നമുക്ക് ഏഷ്യ മൈനറിൽ ഗലാത്യ എന്നറിയപ്പെട്ടിരുന്നത് എങ്ങനെയുള്ള പ്രവിശ്യയായിരുന്നു, അല്ലെങ്കിൽ ഏത് പ്രവിശ്യയായിരുന്നു? റോമൻ പ്രവിശ്യ. ഗലാത്യ ഇന്ന് ഏത് രാജ്യത്തിൻ്റെ ഭാഗമായാണ് അറിയപ്പെടുന്നത്? ആധുനിക തുർക്കിയുടെ. വിശുദ്ധ പൗലോസിൻ്റെ ലേഖനത്തിൽ പറയുന്ന ഗലാത്യ ഏതെന്ന് സൂക്ഷ്മമായി പറയാൻ ബുദ്ധിമുട്ട് ഉണ്ടാകാൻ കാരണമെന്ത്? ഇതിൽ ഉൾപ്പെട്ടിരുന്ന പ്രദേശങ്ങൾ രാഷ്ട്രീയ വ്യതിയാനങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തങ്ങളായിരുന്നതുകൊണ്ട്. പൗലോസ് എത്രാമത്തെ പ്രേക്ഷിത യാത്രക്കിടയിലാണ് ഗലാത്യയിൽ സഭകൾ സ്ഥാപിച്ചത്? രണ്ടാം പ്രേക്ഷിത യാത്രക്കിടയിൽ. രണ്ടാം യാത്രയിൽ സ്ഥാപിച്ച സഭകളെ പൗലോസ് വീണ്ടും സന്ദർശിച്ചത് എത്രാമത്തെ യാത്രയിലാണ്? മൂന്നാമത്തെ യാത്രയിൽ. ഗലാത്യക്കാർക്കുള്ള ലേഖനം എഴുതപ്പെട്ടത് ഏത് വർഷങ്ങൾക്കിടയിലാണ് എന്നാണ് പ്രബലമായ അഭിപ്രായം? AD 53 58 ഇടയ്ക്ക്. എവിടെ വച്ചായിരിക്കാം എഴുതിയത് എന്നാണ് പണ്ഡിതന്മാർ കരുതുന്നത്? എഫേസോസിലോ മക്കദോനിയയിലോ വച്ച്. ഗലാത്യയിലെ സഭകളിൽ മിക്കവാറും എങ്ങനെയുള്ള ക്രിസ്ത്യാനികളാണ് അടങ്ങിയിരുന്നത്? യഹൂദേതര ക്രിസ്ത്യാനികൾ. പൗലോസ് ഗലാത്യ വിട്ടതിനു ശേഷം സഭ സന്ദർശിച്ചത് ആരാണ്? യഹൂദ ക്രിസ്ത്യാനികൾ. യഹൂദ ക്രിസ്ത്യാനികൾ സഭയിൽ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിച്ചത് എന്തിലൂടെയാണ്? അബദ്ധ പ്രബോധനങ്ങൾ വഴി. വിജാതീയനായ ഒരാൾ ക്രിസ്ത്യാനിയാകാൻ ആരുടെ നിയമങ്ങൾ അനുസരിക്കണമെന്നാണ് അവർ നിർബന്ധിച്ചത്? മോശയുടെ നിയമങ്ങൾ. മോശയുടെ നിയമങ്ങൾക്ക് പുറമെ അവർ എന്ത് പാലിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്? യഹൂദാചാരങ്ങളൊക്കെയും. വിജാതീയർ ഏത് ശാരീരിക കർമ്മത്തിന് വിധേയനാകണമെന്നാണ് യഹൂദ ക്രിസ്ത്യാനികൾ നിർബന്ധം പിടിച്ചത്? പരിച്ഛേദനത്തിന്. ചുരുക്കത്തിൽ വിജാതീയനായ ഒരു ക്രിസ്ത്യാനി ആരാകണമെന്നാണ് അവർ വാദിച്ചത്? ഒരു യഹൂദനാകണമെന്ന്. ആരുടെ സ്വാധീനത്താലും സമ്മർദ്ദത്താലുമാണ് ഗലാത്യക്കാർ പരിച്ഛേദനം സ്വീകരിച്ചത്? യഹൂദ ക്രിസ്ത്യാനികളുടെ. പരിച്ഛേദനം സ്വീകരിച്ച ഗലാത്യക്കാർ പിന്നീട് എന്ത് ചെയ്യാനാണ് തുടങ്ങിയത്? മറ്റുള്ളവരെയും അതിന് പ്രേരിപ്പിച്ചു. യഹൂദാചാരവാദികൾ പൗലോസിൻ്റെ എന്തിനെയാണ് ചോദ്യം ചെയ്യാൻ തുടങ്ങിയത്? അധികാരത്തെ തന്നെ, അതായത് അപ്പസ്തോലാധികാരത്തെ. പൗലോസ് എന്തിൻ്റെ അനുഷ്ഠാനത്തിനാണ് പ്രാധാന്യം നൽകാതിരുന്നത് എന്നാണ് അവർ ആരോപിച്ചത്? മോശയുടെ നിയമത്തിൻ്റെ അനുഷ്ഠാനത്തിന്. വിശുദ്ധ പൗലോസ് ആർക്കു വേണ്ടിയാണ് സുവിശേഷത്തെ ലാഘവപ്പെടുത്തിയത് എന്നാണ് അവർ കുറ്റപ്പെടുത്തിയത്? ജാതീയ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി. സുവിശേഷത്തെ ലാഘവപ്പെടുത്തിയതിനാൽ പൗലോസിന് എന്തില്ലെന്നാണ് അവർ വാദിച്ചത്? അപ്പസ്തോലാധികാരമില്ലെന്ന്. പൗലോസ് മുഖ്യമായും ആർക്കെതിരെയാണ് ഈ ലേഖനം രചിച്ചത്? ഇത്തരക്കാർക്കെതിരെ, അതായത് യഹൂദാചാരവാദികൾക്കെതിരെ. ലേഖനത്തിൻ്റെ ആദ്യ ഭാഗത്ത് പൗലോസ് എന്തിനാണ് തെളിവുകൾ നിരത്തുന്നത്? തൻ്റെ അപ്പസ്തോലാധികാരത്തിന്. പൗലോസ് തൻ്റെ അധികാരത്തിന് തെളിവ് നിരത്തുന്ന വചനഭാഗങ്ങൾ ഏവ? ഗലാത്യ 1:11, 2:21. ഈ 2 വാക്യങ്ങളാണ്. വിജാതീയർ ഏതിൽ നിന്നെല്ലാം സ്വതന്ത്രരായിരിക്കണമെന്നാണ് പൗലോസ് ഊന്നി പറയുന്നത്? യഹൂദാചാരങ്ങളിൽ നിന്നും മോശയുടെ നിയമത്തിൽ നിന്നും. വിജാതീയർ സ്വതന്ത്രരായിരിക്കേണ്ടതിൻ്റെ ആവശ്യകത വ്യക്തമാക്കുന്ന വചനഭാഗം ഏതാണ്? ഗലാത്യ 3:1 മുതൽ 4:31 വരെ. മനുഷ്യർ ദൈവത്തിനു മുൻപിൽ നീതിമാനായി പരിഗണിക്കപ്പെടുന്നത് എന്തുവഴിയല്ല എന്നാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്? നിയമാനുഷ്ഠാനം വഴിയല്ല. മനുഷ്യൻ നീതിമാനാകുന്നത് എന്തുമൂലമാണ്? വിശ്വാസം മൂലം. മനുഷ്യൻ വിശ്വാസം മൂലം നീതിമാനാകുന്നു എന്നതിന് തെളിവായി പൗലോസ് ചൂണ്ടിക്കാണിക്കുന്ന 2 കാര്യങ്ങളേവ? ജീവിതാനുഭവങ്ങളും അബ്രാഹത്തിൻ്റെ മാതൃകയും. വിശ്വാസത്തെക്കുറിച്ചുള്ള ജീവിതാനുഭവങ്ങൾ വിവരിക്കുന്ന ഭാഗം ഏതാണ്? ഗലാത്യ 3:1 മുതൽ 15 വരെ. വിശ്വാസത്തിൻ്റെ വലിയ മാതൃകയെ ആരെയാണ് ആമുഖത്തിൽ എടുത്തു പറയുന്നത്? അബ്രാഹത്തെ. എന്തിൻ്റെ ആധിപത്യകാലമാണ് ഇപ്പോൾ അവസാനിച്ചതെന്നാണ് വിശുദ്ധ പൗലോസ്ലീഹ പ്രഖ്യാപിക്കുന്നത്? നിയമത്തിൻ്റെ ആധിപത്യകാലം. ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് എന്തിൻ്റെ കാലമാണ്? സ്വാതന്ത്ര്യത്തിൻ്റെ കാലം. ഈ സ്വാതന്ത്ര്യം എന്തിൻ്റെ അനന്തരഫലമായി ലഭിച്ചതാണ്? ദൈവത്തിൽ നിന്നുള്ള പുത്രത്വ സ്വീകാരത്തിൻ്റെ. നിയമത്തിൻ്റെ അവസാനത്തെയും പുത്രത്വത്തിൻ്റെ സ്വാതന്ത്ര്യത്തെയും കുറിച്ച് പറയുന്ന വാക്യങ്ങളേവ? ഗലാത്യ 3:25, 4:7. പൗലോസ്ലീഹ ഗലാത്യക്കാരോട് ആർക്ക് വിധേയരായി ജീവിക്കാനാണ് ആവശ്യപ്പെടുന്നത്? പരിശുദ്ധാത്മാവിന് വിധേയരായി. ആത്മാവിന് വിധേയരായി ജീവിക്കുന്നതിനോടൊപ്പം എന്ത് കാത്തു സൂക്ഷിക്കാനാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്? ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ. വിശുദ്ധ പൗലോസ് ലേഖനം ഉപസംഹരിക്കുന്ന ഭാഗം ഏതാണ്? ഗലാത്യ 5:1 മുതൽ 6:10 വരെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.